ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉടമ്പടി ധ്യാനത്തിൽ നമ്മൾ ഇന്ന് വിഷയമാക്കുന്നത് ഈ ആഴ്ചയിൽ നടന്ന ഏറ്റവും നല്ല ഒരു സാക്ഷ്യമാണ്. അജി തോമസ് കോട്ടയം, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോഴ് ആദ്യ ഘട്ടത്തിൽ നമ്മളൊരു പഠന വിശ്ലേഷണത്തിന് ധ്യാനാത്മകമായ പരിചിന്തനത്തിനായി എടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സാക്ഷ്യം തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉടമ്പടിയുടെ ഒരു സമഗ്രമായ ദൈവാനുഭവത്തെ ഈ സാക്ഷ്യം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. അച്ഛൻ ഈ സാക്ഷ്യം വിശദീകരിക്കുന്ന അനുസരിച്ച് കൊണ്ട് നിങ്ങളും നിങ്ങളുടെ മനസ്സിലെ ഉടമ്പടി എടുത്തിട്ടുള്ളവരെ അവർക്ക് സംഭവിച്ചിട്ടുള്ള വിഷയത്തിൻ്റെ മേലെ ഒരു പ്രത്യേക പരിചിന്തനം ആവശ്യപ്പെടുന്നതാണ്. കാര്യം നമ്മൾക്ക് ഉടമ്പടിയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് നമുക്ക് 2 ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്. ഉടമ്പടിയിൽ ദൈവത്തിൽ നിന്ന് 2 ആനുകൂല്യങ്ങൾ. ഒന്ന് ബ്ലെസ്സിങ്സാണ്, അനുഗ്രഹങ്ങൾ കിട്ടും. അതാണ് എല്ലാവരും തന്നെ സാക്ഷ്യത്തിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അവർക്ക് കിട്ടിയ ഭൗതികമായ ആനുകൂല്യങ്ങളാണ്. ഈ ദിവസങ്ങളിലുണ്ട് ഒരു സാക്ഷ്യമാണ് ഷോൺ എന്ന് പറയുന്ന കോഴിക്കോടുള്ളൊരു സഹോദരൻ്റെ സാക്ഷ്യം. അദ്ദേഹത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് അദ്ദേഹത്തിനൊരു ട്രാൻസ്ഫർ അത്യാവശ്യമാണ്. സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ കൂട്ടുകാർ ചോദിച്ചത് കൃപാസനത്തിൽ പറഞ്ഞില്ലേ എന്നാണ് ചോദിച്ചത് അദ്ദേഹത്തോട്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സർക്കാസ്റ്റിക്കായിട്ട് തോന്നി. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തോട് ചോദിച്ചത്, എനിക്ക് ട്രാൻസ്ഫർ ആവശ്യമാണെങ്കിൽ കൃപാസനത്തിൽ പറഞ്ഞില്ലേ എന്നാണ് ചോദിച്ചത്. അമ്മയോട് പറഞ്ഞില്ലേ എന്ന്. അങ്ങനെയൊക്കെ മനുഷ്യന്മാരിപ്പോൾ ചോദിക്കാൻ തുടങ്ങി. എന്നിട്ട് ഈ ഷോൺ വന്ന് സാക്ഷ്യം പറയുന്നത്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വേണമെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു സാക്ഷ്യവും ഉടമ്പടി ദിവസവും അതുപോലെ തന്നെ സാക്ഷ്യം പറച്ചിലും അതുപോലെ തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും ധ്യാനമാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ കൂട്ടായ്മ പോലെ വരെ സംഘടിപ്പിച്ച് നടത്താൻ പറ്റിയ രീതിയിലുള്ള ഒത്തിരിയേറെ സർവീസ് ഓറിയൻറ്റഡായിട്ടുള്ള സാക്ഷ്യങ്ങൾ ഈ മാസങ്ങളിൽ തന്നെ ഈ അൾത്താറയിൽ പറഞ്ഞിട്ടുണ്ട്. സർവീസ്, അതായത് ഉദ്യോഗസ്ഥന്മാരുടെ സാക്ഷ്യങ്ങൾ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സർവീസ് പ്രോബ്ലം. ഇപ്പോൾ ഷോണിൻ്റെ വിഷയം തന്നെ എന്താണ്, ഷോന് ട്രാൻസ്ഫർ വേണം, തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വേണം. പക്ഷേ അത് പ്രോസസ്സിങ് ചെയ്തെടുക്കുമ്പോൾ 1.5 വർഷത്തെ താമസമുണ്ട്. 1.5 വർഷം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈഫ് സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പം തന്നെ അത് കിട്ടിയേ മതിയാകത്തുള്ളൂ. അപ്പം അതുകൊണ്ട്
ആ വിഷയം മാതാവിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹം വെച്ചതെന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വിശ്വാസത്തോടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അമ്മയാകുമ്പോൾ സമയച്ചുരുക്കം സംഭവിക്കും. കാര്യം ഈ ഷോൺ എന്ന് പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കൃപാസനം എന്താണ്, അമ്മ എന്താണ്, അമ്മയുടെ പ്രവർത്തനം എന്താണ്, ഉടമ്പടി എന്താണെന്നൊക്കെ കുറിച്ച് അദ്ദേഹത്തിന് വളരെ വ്യക്തതയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു വിഷയം വന്നപ്പോൾ അദ്ദേഹം വന്നിട്ട് ഈ വിഷയം അമ്മ ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും. അപ്പോൾ കോഴിക്കോട് അവിടെ ഒരു പോസ്റ്ററൈസ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ, തലശ്ശേരിയിൽ നിന്ന് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ അവിടെ ഒരു പോസ്റ്ററൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചത്, ഈ കോഴിക്കോടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് പ്രൊമോഷൻ വേണമെങ്കിൽ, അത് റിട്ടയർഡ് ആകാൻ പോവുകയാണ്, പക്ഷേ പ്രൊമോഷൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ വേണം. അപ്പം അദ്ദേഹം കോഴിക്കോട് നിന്ന് ട്രാൻസ്ഫറിന് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. തലശ്ശേരിക്കാരനും ഷോണും ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഷോണിന് വേണ്ടത് കോഴിക്കോടേക്കാണ് ട്രാൻസ്ഫർ വേണ്ടത്. അപ്പോൾ കോഴിക്കോട് നിന്ന് ഉദ്യോഗസ്ഥനും ഉടമ്പടി ചെയ്തിരിക്കുന്നത് അവിടുന്ന് അദ്ദേഹത്തിനെ വേക്കറ്റ് ചെയ്തിട്ട് ഒരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് ഈ സീറ്റ് റൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷോൺ മാതാവിനോട് പറയും, മാതാവേ അമ്മ ഒരു സീറ്റ് അവിടെ വേക്കൻ്റ് ആക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, അതിൽ ഞാൻ പോകാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം. ആ പ്രാർത്ഥനയുടെ രീതി അതാണ്. ഞാൻ ആ സീറ്റിലേക്ക് പോകാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം. അപ്പം ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതവും ജീവിതമറിയുന്ന ദൈവവും ദൈവത്തിൻ്റെ ഇതുപോലെ ജീവിത രംഗങ്ങളിലുള്ള ഇടപെടലും ആ ഇടപെടലിനെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ധാരണയും, ഈ നമ്മളുടെ ധാരണ ഒരു ഭയങ്കര വിഷയമാണ്. അതായത് എപ്പോഴും നമ്മൾ ആധ്യാത്മികമായിട്ട് വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരം ധാരണകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തെക്കുറിച്ചുള്ള ധാരണ, പിന്നെന്താണ് നമ്മളെക്കുറിച്ചുള്ള ധാരണ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ധാരണ, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തത, ധാരണ, ഒരു ദൈവ മനുഷ്യ സംസർഗത്തിൻ്റെ, അതുപോലെ തന്നെ മുന്നോട്ടുള്ള ഒരു യാത്രയുടെ ഒരു അനിഷേധ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ധാരണ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എനിക്ക് നല്ല ധാരണകൾ തരണമേ. അങ്ങയെക്കുറിച്ചുള്ള ധാരണകള്, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ധാരണകള് അങ്ങയുടെ തിരുസന്നിധിയിൽ എൻ്റെ ജീവിത അവസ്ഥകള് സമർപ്പിക്കുമ്പോൾ അങ്ങ് അതിലിടപെടുന്ന രീതിയെക്കുറിച്ചുള്ള ധാരണകള് എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തെ, നമ്മളുടെ വിഷയങ്ങൾ ദൈവത്തോട് അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണമെന്ന് പറഞ്ഞില്ലേ? ഈ ധാരണകളെ വളരെ ആത്മാവിൽ അഭിഷേകമുള്ളവർ വളരെ കൃത്യമായിട്ട് ആ ധാരണകൾ ദൈവതിരുസന്നിധിയിൽ പങ്കുവെക്കുന്നത് കാണാം. നമ്മൾ എന്തുമാത്രം സൂക്ഷ്മതയോടെ നമ്മുടെ അവസ്ഥകളെക്കുറിച്ച് ദൈവത്തോട് പറയുന്നുവോ അത്ര കണ്ട് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ധാരണയുണ്ടോ, ആ വിഷയത്തിന് മേൽ ദൈവം ഇടപെടുമെന്നുള്ളൊരു ധാരണയുണ്ട്. എല്ലാം ധാരണയാണ്. അതാ 119 സങ്കീർത്തനം നോക്കിയേ. സങ്കീർത്തനം 119:26 വായിച്ചോളൂ. എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അതായത് എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ, എന്നിട്ട് പറഞ്ഞേ, എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. അതാണ് സങ്കീർത്തനം 119:26. അപ്പം അവസ്ഥകൾ എന്തിനുള്ളതാണ്? വിവരിക്കാനുള്ളതാണ്.
അല്ലാതെ നമ്മളെ ചിലർ ആ ദൈവത്തിന് എല്ലാം അറിയാമല്ലോ എന്ന് പറയും. ദൈവത്തിന് അറിയാമെന്നുള്ളത് പ്രാർത്ഥനയുടെ ഒരു സബ്ജക്റ്റ് അല്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു. ചിലർ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോഴോ ദൈവത്തിന് എല്ലാം അറിയാമല്ലോ. ദൈവത്തിനെല്ലാം അറിയാം, പക്ഷേ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ്. ദൈവത്തിന് അറിയാവുന്നതിനേക്കാൾ വലിയ കാര്യമാണ് ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത്. ദൈവത്തിന് എന്താണ് മനസ്സിലിരിപ്പ്? അതിനെക്കുറിച്ച് ധാരണ വേണം. എന്താ ധാരണ? നമ്മൾ ചോദിച്ചിട്ട് തരണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ്. നമ്മൾ ചോദിക്കണം, ചോദിച്ചിട്ട് തരണം. ചോദിക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? തരണമെങ്കിൽ എന്ത് വേണം? അതൊരു ധാരണയല്ലേ? ചോദിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വിശ്വാസം വേണം. പോരാ, പിന്നെ എന്താണ്? നല്ല ദൈവസ്നേഹം വേണം. ദൈവസ്നേഹവും വിശ്വാസവും ഇല്ലാത്തവർക്ക് ചോദിക്കാൻ പാടായിരിക്കും. അവരിങ്ങനെ ദൈവത്തിനെല്ലാം അറിയാമല്ലോ എന്നും പറഞ്ഞിരിക്കുന്നത് ഒരു തരം ഒളിച്ചോട്ടമാണ്. എന്താ കാര്യം? ദൈവത്തിന് അറിയാം, പക്ഷേ നല്ല മോന്തോടു കൂടി ചോദിക്കാനുള്ള ആത്മീയ അവസ്ഥ ഇവർക്കുണ്ടാകത്തില്ല. അതാണ് അവിടുത്തെ വരുന്ന വിഷയം. അതായത് നമ്മൾ ചോദിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കെന്ത് വേണം? ചളിപ്പുണ്ടാകരുത്, അല്ലേ? ചോദിച്ചാൽ കിട്ടുമോ, തരുമോ, നമ്മളവർക്കറിയാവോ? ഇപ്പം നമ്മളെ മനുഷ്യന്മാരോട് പരിചയമില്ലാത്തവരോട് നമ്മളൊരു ചോദിക്കുമോ? സമയം എന്താണെന്ന് ചോദിക്കും. അത്രയും വാച്ച് ഉണ്ടെങ്കിൽ സമയം എന്താണെന്ന് ചോദിക്കും. അത്രയും ചോദിക്കുന്നത്. സാങ്കേതികമായ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. വ്യക്തിപരമായ ഒരു കാര്യവും നമ്മൾ ചോദിക്കത്തില്ല പരിചയമുള്ള ഇല്ലാത്തവരോട്. അതൊരു ധാരണയാണ്, ഒരു ധാരണയാണ്. ഇതുപോലെ നമ്മൾക്ക് ദൈവത്തോട് ചോദിക്കണമെങ്കിൽ ഇപ്പോൾ സങ്കീർത്തനം 119:26 പറയുന്ന പോലെ എൻ്റെ അവസ്ഥകൾ പറയണമെങ്കിൽ അത്രയും ആന്തരികമായ ആത്മാർത്ഥതയും ബന്ധവും ഉണ്ടാകണം. അതാണ് ഒരു ധാരണ. ഇനി അതായത് നമുക്ക് ഉറപ്പുണ്ടാകണം. ചോദിച്ചാൽ മാത്രം പോരാ, നമ്മൾക്ക് കിട്ടുമായിരിക്കും, അല്ലേ? കിട്ടിയാൽ കൊള്ളാം, കിട്ടിയാൽ നന്നായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അകന്ന അഴകുഴമ്പനായിട്ടുള്ള റിലേഷനാണ് നമുക്കുള്ളതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിൻ്റെ ഉത്തരം ലാഗ് ചെയ്യുകയോ ആ ഉത്തരം ഡാമേജ് ചെയ്യുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളെ അതായത് ദൈവത്തോടുള്ള നമ്മുടെ ഇടപെടൽ, പ്രത്യേകിച്ച് ഉടമ്പടി മുഖേനയുള്ള ഇടപെടലെന്ന് പറയുമ്പോൾ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണത്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഉടമ്പടി ഒരു ഉറപ്പാണ്. നമുക്ക് ഇപ്പോൾ 1 യോഹന്നാൻ്റെ സുവിശേഷം 1 യോഹന്നാൻ 5:14 ഇതുപോലെ ഉറപ്പിനെ കുറിച്ച് പറയുന്നതാണ്. 1 യോഹന്നാൻ 5:14. ശ്രദ്ധിക്കട്ടെ. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ, കേൾക്കുക, അവന്റെ ഇഷ്ടത്തിന് അനുസൃതമായി എന്തെങ്കിലും നമ്മൾ ചോദിച്ചാൽ വായിച്ചോളൂ. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. അപ്പം ഈ ഉറപ്പ് എങ്ങനെയാണത്? ബൈബിളിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്ര ഉറപ്പ്. അതായത് അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നമ്മൾ ചോദിച്ചാൽ നമുക്കത് ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. അവനിലുള്ള ഉറപ്പ് ആര്? ഈശോയിലുള്ള ഉറപ്പ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചോദിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ മനസ്സിന് അനുപേക്ഷണീയമായിരിക്കണം. അതുകൊണ്ട് ഷോൺ ആ ഉദ്യോഗസ്ഥൻ അങ്ങനെ പറഞ്ഞിട്ട് കർത്താവ് ഒരു സീറ്റ് റൈസ് ചെയ്തിട്ടുണ്ട്, അവിടെ വേക്കൻ്റ് ആയിട്ടുണ്ട് കോഴിക്കോട്. അവിടെ ഞാൻ പോയി ഇരിക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം. ആ പ്രാർത്ഥന അദ്ദേഹം നല്ലവണ്ണമാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അതായത് എനിക്കത് കിട്ടണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറച്ച് മെച്ചങ്ങളുണ്ട്.
അതെല്ലാം ദൈവത്തോട് അവസ്ഥയായിട്ട് പറയുകയാണ്. അതാണ് സങ്കീർത്തനം 119:26. എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞപ്പോൾ. അവസ്ഥകൾ എന്തിനുള്ളതാണ്? ദൈവത്തോട് പറയാനുള്ളതാണ്. ആൾക്കാരുടെ എല്ലാത്തിൻ്റെയും വിഷയം അവസ്ഥ പറയുന്നില്ല എന്നുള്ളതാണേ. അവസ്ഥകളെ ഇങ്ങനെ നമ്മൾ ഒരു ക്യാപ്ഷൻ പോലെ സാങ്കേതികമായിട്ട് പറയും. അതല്ല, അതുമൂലം നീ അനുഭവിക്കുന്ന വിഷമതകൾ, ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങൾ, അതുമൂലം നിൻ്റെ വീട്ടിലുണ്ടായിരിക്കുന്ന തിക്കുമുട്ടലുകൾ, നിൻ്റെ ഞെരുക്കങ്ങൾ, ഇത് നീ ദൈവത്തോട് പറയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ദൈവത്തോട് സ്നേഹം വേണം. ദൈവത്തോട് ഇപ്പം നമ്മൾക്ക് ദൈവം തരണമെങ്കിലും ഇപ്പം നമുക്കറിയാം, ഏതാണ്ട് 8850 വാഗ്ദാനങ്ങൾ ബൈബിളിലുണ്ട്. 8850 വാഗ്ദാനങ്ങൾ. പല ബൈബിൾ പണ്ഡിതന്മാരും പല നമ്പർ പറയുന്നുണ്ടെങ്കിൽ ഏറെക്കുറെ പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്നത് 8850 പ്രോമിസസ് ബൈബിളിലുണ്ടെന്നാണ്. അതെല്ലാം പ്രോമിസാണ്, വാഗ്ദാനങ്ങളാണ്. ഈ വാഗ്ദാനങ്ങൾ നിസ്സാരമായത് നമ്മളുടെ അനുദിന ജീവിത കഴിഞ്ഞുകൂടൽ തൊട്ട് നിത്യജീവിതം വരെയുള്ള വിഷയങ്ങൾ എല്ലാം ദൈവം നമ്മൾക്ക് ലഭിക്കുന്നതിൻ്റെ കാരണം അത് ദൈവത്തിൻ്റെ മനസ്സായത് കൊണ്ടാണ്. ഇപ്പോൾ ചിലർ പറയുവേ, കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഉടമ്പടി എടുത്തില്ല, എനിക്ക് തോന്നി എന്തുകൊണ്ടാണ് ഉടമ്പടി എടുക്കുക. പലരും എന്നോട് പറഞ്ഞു, നീ പോയി ഉടമ്പടി എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തില്ല. ഒരു ചെറുപ്പക്കാരൻ്റെ സാക്ഷ്യമാണ്. എടുക്കാഞ്ഞതിൻ്റെ കാരണം ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനത്തിലൂടെ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു. ധാരണ അപ്പം അദ്ദേഹത്തിൻ്റെ സാക്ഷി കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങനൊരു പ്രത്യേക ഉടമ്പടി പോലുള്ള സംവിധാനത്തിൻ്റെ ഉള്ളിലൂടെ പ്രാർത്ഥിക്കുന്നത് എന്നെക്കുറിച്ച് എനിക്ക് അത്രയ്ക്ക് തൃപ്തിയില്ലായിരുന്നെന്ന് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാതിരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് വേറൊരു മാർഗവും ഇല്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പാലക്കാട് നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് അമ്മ ആ വിഷയത്തിൽ ഇടപെട്ട കാര്യമാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ ഒരു സാക്ഷ്യം അപ്പം ചിന്തിക്കുന്നത്, ആ സാക്ഷ്യത്തിൽ ഒരു ചെടുത്തിയാളാണ് പറയുന്നത്. ആ സാക്ഷ്യം അവർ പറയണ ഇതാണ്, എല്ലാവരും പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ സ്വർഗാരോഹണ മാതാവ് ആണ്, എനിക്ക് 6 പെൺമക്കളായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള സ്വർഗാരോഹണ മാതാവിലേക്ക് ഞാൻ അസംഷൻ മാതാവിലേക്ക് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആൺകുട്ടിയെ തന്നത്. അപ്പോൾ അസംഷൻ മാതാവ് ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ആലപ്പുഴ വരെ കെട്ടിയെടുത്ത് ഉടപിടിക്കണത് എന്നാണ് ഞാൻ എൻ്റെ ആൾക്കാരോടൊക്കെ പറഞ്ഞിരുന്നത്. ധാരണ പ്രശ്നം കണ്ടില്ലേ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മാനസാന്തരം ഉണ്ടായി. എന്താ കാര്യം? അവിടെ കാര്യങ്ങൾ നടക്കണില്ല, അതാണ് സംഭവം. അങ്ങനെ വന്നപ്പോൾ അവർ വന്ന് ഉടമ്പടി എടുത്തിട്ട് അവരുടെ വിഷയം ദൈവം നിറവേറ്റിയ കാര്യമാണ് ഇന്നവർ സാക്ഷ്യത്തെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ധാരണയുടെ കുഴപ്പമാണ്, ധാരണകളാണ്. കൃപാസനം മാതാവെന്ന് പറഞ്ഞാൽ ആ കൃപാസനം മാതാവെന്ന ആൾക്കാർ പറയണത് എന്താ പറയണത്? കാര്യം കൃപാസനത്തിൽ 2004 ഡിസംബർ 7 സമയഘടികാരം നെഞ്ചിൽ ചാർത്തി സിൽവർ ഗ്രേയിൽ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മാതാവാണ് കൃപാസന മാതാവ്. അപ്പോൾ ഈ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനെ പ്രെയർ ചെയ്ത് പ്രാർത്ഥിച്ച് ദൈവതിരുസന്നിധിയിൽ സ്വകാര്യം മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ട് ശക്തി കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയം ആണ് പലപ്പോഴും ദൈവം തന്നെ അമ്മ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് അത് പ്രാർത്ഥിക്കണമെന്ന് പറയേണ്ടത് ദൈവികമായ വിഷയമായിട്ട് മാറ്റുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളല്ല പറയേണ്ടത്, സഭയാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലണത്. ഉടമ്പടി പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ആത്മാവാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. കാര്യം ഉടമ്പടി തന്നത് ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ അമ്മയുടെ മനസ്സിലിരിക്കുന്ന, ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു വിഷയം ഇതാണ്, അമ്മ ഓളോടെ സഡൻ അങ്ങനെ ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുത്ത് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടെന്ന് ഈശോ ദിവ്യകുർബാന ഇവിടെ ഇരിക്കുകൊണ്ട് ജീവനോടെ കിടത്ത അന്ന് ഈശോ ജീവനോടെ അൾത്താറിൽ ഉണ്ടായിരുന്ന സമയത്താണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ കരുതണില്ല അമ്മ ഏകപക്ഷീയമായിട്ട് എടുത്ത ഒരു തീരുമാനമാണെന്ന്. അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഈശോ അറിഞ്ഞാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്.
എങ്കിൽ പരമപിതാവ് പറഞ്ഞാണ് പ്രത്യക്ഷപ്പെട്ടത്. എങ്കിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ തിത്തക്ക് ദൈവം പറഞ്ഞാണ് പരിശുദ്ധ കൃപാസനത്തിലെ അൽത്താറയിലെ ആരാധന മധ്യേ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പോകണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞെങ്കിൽ അത്രയും പ്രധാനപ്പെട്ടൊരു വിഷയത്തെക്കുറിച്ച് അതൊരു മനുഷ്യരാശിയെ മുഴുവനും ബാധിക്കുന്നൊരു വിഷയമായത് കാരണം അത് പറയേണ്ടത് സഭയല്ലേ. സഭ ആ വിഷയം ഏറ്റെടുത്ത് പഠിക്കാനും അതിലുള്ള ദൈവ മനസ്സെന്താണ് വെളിപ്പെടുത്താനുമാണ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലണത്. ഒരു ദിവസം രാവിലെ യൂട്യൂബിൽ നോക്കുമ്പോൾ എങ്ങനെയായാലും 17,000 പേരാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചേരണത്. അത് കാര്യം ഇതിൻ്റെ ഭാഗമാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ചില ആൾക്കാർ എവിടെ പോകുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് പോണത്. കാര്യം അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. എന്താണ് ഉടമ്പടി, ഉടമ്പടിയിലേക്ക് എങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നയിക്കുന്നത്, ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ മനസ്സ് എങ്ങനെയാണ് വെളിപ്പെടുന്നത്, എല്ലാത്തിനെക്കുറിച്ച് വ്യക്തമായ എഡ്യൂക്കേഷൻ. ഉടമ്പടി ധ്യാനം എന്ന് പറയുമ്പോൾ ഉടമ്പടിയെക്കുറിച്ച് വ്യക്തതയുണ്ടാണ് നമുക്ക്. കാര്യം ദൈവം 19,000-ഓളം വാഗ്ദാനങ്ങളാണ് മനുഷ്യന് കൊടുത്തിരിക്കുന്നത്. അതിലേറ്റവും നല്ല വാഗ്ദാനം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഒരു അടിസ്ഥാനം എന്താ? നമ്മൾ ഓരോ ഭൗതികമായ കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചു, അങ്ങനെ ഉപയോഗിച്ചു, നമ്മൾ പിന്നീട് മരിച്ചു പോകണം. നമുക്ക് ഇങ്ങനെ ചോദിക്കാനുള്ള കാരണങ്ങൾ എന്താ? അതാണ് അവൻ്റെ മനസ്സിന്. ഇപ്പോൾ 1 യോഹന്നാൻ 5:14 എന്താണ്? അവൻ്റെ മനസ്സിന് അനുപേക്ഷണീയമായ ഒരു കാര്യമാണ് നമ്മൾ ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ഈ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഉറപ്പെല്ലാം എവിടെ നിന്ന് വരണതാണ്? വാഗ്ദാനങ്ങളിൽ നിന്നാണ് ഉറപ്പ് വരണത്. നമുക്ക് ഈ ഉറപ്പ് വരണത് എവിടെ നിന്നാണ്? വാഗ്ദാനങ്ങളിലാണ്. വാഗ്ദാനങ്ങൾ എങ്ങനെ പ്രാപിക്കണത്? ഉടമ്പടിയിലൂടെയാണ്. സിമ്പിളല്ലേ? പല അനുഗ്രഹങ്ങളും ഉടമ്പടി ഇല്ലാതെ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ലാഗ് ചെയ്യുകയോ അനുഭവിക്കാൻ യോഗ്യതയില്ലാതെ പോകുന്നത് ചെയ്യണത് സാധാരണ അത് സിംഗിൾ പ്രയറിൻ്റെ സബ്ജക്റ്റായിട്ട് മാറ്റിയിട്ടാണ്. നിൻ്റെ പ്രാർത്ഥനാ വിഷയം അതിൽ നീയുണ്ടോ ദൈവം ഉണ്ടെങ്കിൽ അത് മിക്കവാറും ഉടമ്പടിയിലേ അവസാനിക്കത്തുള്ളൂ. നിൻ്റെ പ്രാർത്ഥനാ സബ്ജക്റ്റ് അതിൽ കക്ഷികളായിട്ട് നീയുണ്ടോ, അതിൻ്റെ എതിർവശത്ത് ദൈവമുണ്ടോ എങ്കിൽ എപ്സഫാത്തോ ദാറ്റ്സ് എ കവനൻറ്റ്. അത് ഉടമ്പടിയാണല്ലോ. അത് ഉടമ്പടിയാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നീ പ്രാർത്ഥിക്കുകയും ചെയ്യും, കള്ളു കുടിക്കുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും, നാട്ടുകാരെ പറ്റുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും, വ്യഭിചരിക്കുകയും ചെയ്യും. അതെന്താ കാര്യം? ഇത് ഉടമ്പടിയാണെന്ന് അറിയാൻ പാടില്ലാത്തവരെ പ്രാർത്ഥനയെ ദുർവിനിയോഗിക്കുന്നതാണ്. രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. രോഗാതുരായിട്ടുള്ള എല്ലാ വ്യക്തികളും കൃപാസന ഉടമ്പടി ആരാധനയിലെ കോണ്ടിനെൻ്റൽ ബേസായിട്ട് എല്ലാ കാലത്തെയും ഈ ആരാധന ഏത് സമയത്ത് ഏത് രാജ്യത്ത് വെച്ച് കൂടിയാലും കർത്താവ് അവരെ സഹായിക്കുന്നുണ്ട്, കർത്താവ് അവരെ സുഖപ്പെടുത്തുന്നുണ്ട്. ഇതൊരു നിത്യവും കൃപാസന അൾത്താറെ വന്ന് പറയുന്ന ആൾക്കാരുടെ അനുഭവ സാക്ഷ്യമാണ്. അതുകൊണ്ട് ദയവായി ആ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് ഈശോ ജീവനോടെ എഴുന്നള്ളിയിരിക്കുമ്പോൾ നിങ്ങൾ ഈ നിമിഷം സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സൗഖ്യദായകനായ ഡോക്ടറെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ശരീരത്തെ സമർപ്പിച്ചത് സ്പർശിച്ച് സൗഖ്യപ്പെടുന്ന സമയമാണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. ശ്വാസകോശ രോഗികളെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഈ സമയത്ത്. കരളിലും ശ്വാസകോശങ്ങളിലുമൊക്കെ കരളി എൻലാർജ് ചെയ്യുന്നവരെ, സഹോദര രോഗികളെ, ശ്വാസം മുട്ടിൻ്റെ അസുഖമുള്ളവരെ, ഹൃദയത്തിൽ വേണ്ടത്ര ഓക്സിജൻ കിട്ടാത്തവർ, അതിൻ്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെടുന്നവരെ ഒക്കെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോഴും പരിശുദ്ധമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന്. തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ടോൺസൈറ്റ് രോഗികളും സ്പോണ്ടിലോസിസ് രോഗികളും കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശിരസിൻ്റെ അസുഖമുള്ളവരെ, തലവേദന വിട്ടുമാറാത്തവർ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്.
ഉദര രോഗികൾ ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കണം. പാങ്ക്രിയാസ് രോഗികൾ നടുവിൽ നെഞ്ചും കൂടിൻ്റെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്, താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരെ, മക്കളില്ലാത്തവരൊക്കെ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. എവിടെയെല്ലാം രോഗമുണ്ടോ അവിടെയെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കുക. എപ്പോഴും ജീവനോടെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട പരിശുദ്ധ നമ്മുടെ പ്രത്യക്ഷീകരണത്തെ അനുസ്മരിച്ചുകൊണ്ട് ജീവനോടെ ജ്വലിച്ചു എഴുന്നള്ളി നിൽക്കുന്ന ദിവ്യകാരുണ്യത്തിന് തിരുസന്നിധിയിൽ ഈ ലോകത്തുള്ള മുഴുവൻ രോഗങ്ങൾ, ആരെല്ലാം ഈ ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നുണ്ടോ അവിടെ വീട്ടിലുള്ള മുഴുവൻ രോഗങ്ങളെ, നിങ്ങളുടെ രോഗങ്ങൾ മാത്രമല്ല, ആരെല്ലാം രോഗസൗഖ്യത്തിനായി നിങ്ങളോട് യാചിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു അവരെല്ലാം ഓർക്കുക. അടിപ്പിടർ പോലെ വൈദാഖാല പോലെ ദൈവികമായ ശക്തി നിങ്ങളുടെയൊക്കെ ആവശ്യിക്കുന്ന വലിയ സമയമാണ്. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള നിന്റെ സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മ, ദേവമാതാവേ, ആരെല്ലാം ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ, അസ്ഥികളിലെ അസ്ഥിക്കുഴകളിൽ, രക്തഞരമ്പുകളിൽ, ശരീരകോശങ്ങളെല്ലാം കർത്താവ് രക്തം നിറയട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ആന്തരിക അവയവങ്ങൾ കർത്താവ്, മൾട്ടി ഓർഗൻസിന് പോലും കർത്താവ് രോഗം വന്നിട്ടുള്ളവരെ അങ്ങ് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നത്. ഉള്ളംകാൽ ഉച്ചുവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഉള്ളംകാൽ ഉച്ചുവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷയുടെ പരിശുദ്ധയുടെ മധ്യസ്ഥത്തിൽ 36 കൊല്ലം ഞാൻ അർപ്പിച്ച പരിശുദ്ധ കൃപാന്റെ ശക്തിയാൽ മാർഗ രോഗങ്ങൾ, വേദികൾ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. സുഖമായിടും എൻ്റെ ഉള്ളം വരേണേ, സദയം തൊഴേണേ. സുഖമായിടും എൻ്റെ ഉള്ളം. പ്രിയമുള്ളവരെ, ജോലിയില്ലാത്തവരെ, പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങൾ ഇപ്പോൾ ഓർക്കേണ്ടതാണ്. ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരെ, നഷ്ടപ്പെട്ടവരെ, ജോലി അന്വേഷിക്കുന്നവരെ, ഓരോ പരീക്ഷകൾ എഴുതാൻ പോകുന്നവർ, എഴുതിക്കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ എല്ലാവരെയും അച്ഛൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രൈവറ്റ് പാർട്ടിലൊക്കെ രോഗങ്ങളുള്ളവരെ, മാരക രോഗങ്ങളുള്ളവരെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. ഇടത് കാൽമുട്ടിനെ സ്റ്റൂളേ ഇരിക്കുകയാണ്, അനങ്ങാൻ പാടില്ല. പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യാൻ പോലും ഇരിക്കേണ്ടി വരുന്നു, എഴുന്നേക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള വ്യക്തിയെ, സ്ത്രീയെ, സഹോദരിയെ കാണിക്കുന്നത് അധികം വയസ്സൊന്നുമില്ല, 10-37 വയസ്സ് പോലും ഇല്ല. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവ് ഈ നിമിഷം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വലിയ ദൈവകൃപ അമ്മ ജീവനോടെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയത്ത് നടുവലിന് വേദനയുള്ളവർ നടുവലിൽ സ്പർശിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കിഡ്നി വേദനക്കാർ അവിടെ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവെ, മക്കൾ പഠിക്കാത്തവരുണ്ടെങ്കിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തെറ്റായ പ്രണയബന്ധങ്ങൾ അകപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനമില്ലാത്തൊരു കേസുകൾ അകപ്പെട്ടവരെ, കേസിലകപ്പെട്ടവരെ, അതിർത്തി തർക്കങ്ങളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പല വൈരാഗ്യങ്ങളും ഭീഷണിയിൽ അകപ്പെട്ടിട്ട് മനസ്സ് സമാധാനം നഷ്ടപ്പെട്ടവർ ഇപ്പോൾ പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള പ്രോസസ്സിങ് നടക്കുന്നവർ, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് താമസിക്കുന്ന വ്യക്തികളുണ്ട്, അവർ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ സാധാരണ നാട്ടിൽ താമസിക്കുന്നവരെക്കാൾ കൂടുതൽ വേദനയും പരിഭവങ്ങളും പ്രയാസങ്ങളും മക്കളിൽ നിന്നുള്ള ഞെരുക്കങ്ങളും സങ്കടങ്ങളും അവരനുഭവിക്കുന്നുണ്ട്. അവിടെ എല്ലാം മക്കൾ, ജീവിത പങ്കാളികൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോഴും കർത്താവ് അനേകം മക്കൾ NRIയിൽ കർത്താവ് ഉടമ്പടി എടുത്തു പോയിട്ടുണ്ട്. അവിടെ കുടുംബനാഥന്മാർ സമർപ്പിക്കുന്നു, മക്കൾ സമർപ്പിക്കുന്നു, അവിടെ ജോലി സമർപ്പിക്കുന്നു, അവിടെ വീടിൻ്റെ ഷിഫ്റ്റിങ്ങിന് സമർപ്പിക്കുന്നു, വീട് വാങ്ങിക്കുന്ന സമർപ്പിക്കുന്നു, വീട് വിൽക്കുന്നതിന് സമർപ്പിക്കുന്നു. കർത്താവ്, അവിടെ പല PR പ്രശ്നങ്ങളെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് കർത്താവ് വിവാഹത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മക്കളില്ലാത്തവരുടെ വേദനകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളം ദൈവശക്തിയാണ്. നിങ്ങളുടെ ജീവിത ദുരിതങ്ങളെ യേശുവിൻ്റെ നാമം നീങ്ങിപ്പോകട്ടെന്ന് മാതാവിൻ്റെ മധ്യസ്ഥത കൽപ്പിക്കുന്നു. ശ്രുതിക്കട്ടെ. ഞങ്ങളെല്ലാവരെയും ഹൃദയം ഉരുകും നേരം
വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. എൻ്റെ സഹോദരങ്ങളെ, കൃപാസനത്തിലെ 30 കൊല്ലത്തെ മധ്യസ്ഥ പ്രാർത്ഥനയോ കോടിക്കണക്കിന് മനുഷ്യരുടെ ജപമാല പ്രാർത്ഥനയുമാണ് കൃപാസനത്തിൻ്റെ ആസ്തിയും അടിത്തറയും എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പിന്നെ കൃപാസന ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന ആരാധനമറ്റേ പറഞ്ഞ ദൈവ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ അൾത്താറയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സാക്ഷ്യങ്ങളും ലോകോത്തരമായ പുതിയ പ്രാർത്ഥനകളെല്ലാം ദൈവം വെളിപ്പെടുത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരാധന മുട്ടേ നിന്ന് കൈകൾ കൂപ്പിക്കൊണ്ടാണ് കൂരേണ്ടത്. എന്തുമാത്രം വിശ്വസിക്കുന്നു, എന്തുമാത്രം സമർപ്പിക്കുന്നു, എന്തുമാത്രം ആശ്രയിക്കുന്നുവോ അതിന് ആനുപാതികമായിട്ടായിരിക്കും നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകണം. കർത്താവേ, എന്നെ കൂടി സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തെ കൂടി കർത്താവ് നീ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് പലതരത്തിലുള്ള അതായത് കമ്പോളങ്ങൾ നടത്തുന്നവർ, വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, കമ്പനി പൊളിഞ്ഞു പോകുന്നവർ, പൂട്ടിപ്പോകാൻ പോകുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെല്ലാം ഇപ്പോഴും ആരാധനയും ഞങ്ങൾ സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മാതാവ് ആ വിഷയം ഏറ്റെടുത്ത് ഈശോ കൊടുക്കണ വലിയ സ്വർഗീയ നിമിഷങ്ങളാണ്. എല്ലാ വിഷയങ്ങളും നിൻ്റെ ആഗ്രഹങ്ങൾ, നിൻ്റെക്ക് ഒരു എറ്റും പിടിയും കിട്ടാത്ത എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത കുഴങ്ങുന്ന അവസ്ഥയാണെങ്കിൽ ആ കുഴങ്ങുന്ന മാനസിക അവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ, എവിടെ തുടങ്ങണം, എങ്ങോട്ട് പോകണം എന്ന് തിരിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ കർത്താവ് എനിക്കൊരു പിടിയും കിട്ടില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് അവസ്ഥ വിശുദ്ധീകരിച്ചുകൊണ്ട് ആരാധനയിൽ പങ്കെടുക്കണം. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഒരു മരുന്നും പിടിക്കാത്ത ബോഡി ഉണ്ടെങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. മാതാവ് ആ ബോഡിയെ ഇപ്പോൾ സ്പർശിക്കാം. കൃപാസനത്താരെ ജീവനോട് എഴുന്നള്ളി വസിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യന്മാർക്ക് ജീവനും ജീവിതവും കൊടുത്തിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ മാധ്യശക്തി ഇന്ന് നിൻ്റെ കുടുംബത്തെ ഈ ആരാധനയുടെ യെശയ്യാവിൻ്റെ കൂടെ സന്ദർശിക്കുന്നു. കാനായിലെ കല്യാണ വീട്ടിൽ കർത്താവ് അമ്മയും ഒരുമിച്ചുണ്ടായിരുന്ന ആ മഹാത്ഭുതത്തിൻ്റെ വലിയ അനുഭവങ്ങളിലേക്കാണ് നടക്കാൻ വേണ്ടി നിൻ്റെ കുടുംബത്തെ സമർപ്പിക്കുക, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുക, ജീവിത പങ്കാളിയെ സമർപ്പിക്കുക. തകരാൻ പോകുന്ന കുടുംബങ്ങൾ, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, തകർന്ന് കഴിഞ്ഞ കുടുംബങ്ങൾ, ഇങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങളെല്ലാം സമർപ്പിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. കർത്താവ്, ഞാൻ കർത്താവ് എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇപ്പോൾ കണ്ണുനീരോടുകൂടി അങ്ങനെ ദൃശ്യനെ പ്രാർത്ഥിച്ചെടുക്കുന്ന കുടുംബങ്ങളുടെ മേൽ കർത്താവിൻ്റെ വലിയ ശക്തി കർത്താവ് ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഇന്നത്തെ ദിവസം അനുസ്മരണീയ അനുഭവം അഭിഷേകമാകാൻ യേശുവിന്റെ കൃപ തീരട്ടെ. ശ്രദ്ധിക്കട്ടെ. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. Praise the Lord. Praise the Lord. സമാപന ആശീർവാദം സ്വീകരിക്കാം. ഉടമ്പടിയിൽ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. ഈശോയെ, എൻ്റെ കുടുംബത്തെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും കൃപാസനത്തിൽ നടന്ന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം പാലിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരുടെ നാഥന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശിരസ് നമിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജ്ഞാനം എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷക്കീന ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈശോയെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമേ. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം മഹത്വം, യേശുവേ ആരാധന ഹല്ലേലൂയ, യേശുവേ മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 ആവേ